എല്ലാവരും വിചാരിക്കും ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉണ്ട്, അതൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതെ. സ്റ്റീവ് ജോബ്സ് അങ്ങനെ പല കുറെ വ്യക്തി അവർക്കൊക്കെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചിട്ട് അവർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര റെയറാ. അത് 1 to 6% റിസർച്ച് പേപ്പറിൽ തന്നെ 1 to 6% ആണ് എല്ലാ പോപ്പുലേഷനിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര റെയർ ആയിട്ടുള്ള കാര്യത്തിന് ഇപ്പോ നോർമലൈസ് ചെയ്ത് ഇപ്പൊ എന്ത് കണ്ടാലും നാർസിസ്റ്റിക് ബിഹേവിയർ ആണെന്നുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് നാർസിസ്റ്റ്. അപ്പൊ അത് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു കാരണമായിട്ട് മാറിയിരിക്കണം ഇപ്പൊ എന്ത് ലൈക്ക് ഇത് ഈ ഒരു സംഭവം. मैं कुछ नहीं दुनिया से और तुम कोई नहीं, तो मैं जीना नहीं चाहूँ दुनिया में और नजरों में मेरे एक जहाँ है और मैं बसाते और वहाँ कोई नहीं. പിന്നെന്താ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കുറച്ച് സാധനങ്ങൾ ചെയ്തില്ലേ, അത് കുറച്ച് നമ്മള് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു പുള്ളി പറയാ പുള്ളി പറയാ അത് നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയണ്ട്, പക്ഷെ മറന്നു എന്തിലെത്തുമ്പോ ഫസ്റ്റത്തെ കാര്യം മറന്നു. പിന്നെ ഇപ്പത്തെ ഒക്കെ ഒരു വെച്ചാൽ വെറും 30 സെക്കൻഡിന്റെ ഒരു ടൈം സ്പാന് ആൾക്കാർ കൊടുക്കണുള്ള ഒരു സാധനത്തിന്. അപ്പൊ അടുത്ത വേണം, പിന്നെ അടുത്ത വേണം. അപ്പൊ ഒരു സാധനത്തിൽ തന്നെ വലിച്ചാരിട്ട മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ഫസ്റ്റ് പറഞ്ഞ എന്താ വെച്ചാ നാർസിസ്റ്റിക് പേഴ്സന്റെ ട്രേറ്റ്സ് പറഞ്ഞു. ആ ട്രേറ്റ്സ് കുറെ ട്രേറ്റ്സുകൾ ഉണ്ട്. അവര് എമ്പതി ഉണ്ടാവില്ല, അതേപോലെ പല കാര്യങ്ങൾ എമ്പതി, പിന്നെ അവർക്ക് പല കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടെ സെൽഫ് ഇമേജും സെൽഫ് അഡ്മിറേഷനും കാര്യങ്ങൾ മാത്രമേ അവര് ഫോക്കസ് ചെയ്യുള്ളൂ, മറ്റുള്ളവരുടെ ഒന്നും അറിയണ്ട. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രം ആര് പറഞ്ഞാലും അവർ വില വെക്കൂല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. പിന്നെ ദേന്റെ പോലത്തെ ട്രേറ്റ്സ് കുറെ ഉണ്ട്. നമുക്ക് അവർക്ക് ഭയങ്കര അവരുടെ സ്വന്തം കാര്യത്തിൽ ഭയങ്കര വിശ്വാസമാവും, അവരിൽ തന്നെ ഭയങ്കര ബിലീഫ് കാര്യങ്ങളൊക്കെ. ഇതാണ് മൊത്തത്തിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ട്രേറ്റ്സ് കുറെ ട്രേറ്റ്സ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കുറെ ഉണ്ട്. അത് ഒരാളിൽ തന്നെ ഒരുപാട് ട്രേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, കുറെ ട്രേറ്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് നമുക്ക് കണക്കാക്കാമെന്ന്. ലൈക്ക് പക്ഷെ ADHD പോലത്തെ ന്യൂറോ ലെവലുള്ള അല്ല, പക്ഷെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് കണക്കാക്കുക, ഒരു പാറ്റേണിലുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാള്, പിന്നെ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ എങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യും, ലൈക്ക് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് അവര് ബിഹേവ് ചെയ്യാന്നുള്ളത്. എല്ലാവരും വിചാരിക്കും ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉണ്ട്, അതൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതെ. അപ്പൊ അങ്ങനെയല്ല, കാരണം ട്രേറ്റ്സ് എന്ന് പറഞ്ഞത് കുറെ ട്രേറ്റ്സുകൾ ഉണ്ട്. ഈ ട്രേറ്റ്സ് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിൽ വരുന്ന ട്രേറ്റ്സ് പലതും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ആൾക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റീവ് ജോബ്സ്, അങ്ങനെ കുറെ വ്യക്തി അവർക്കൊക്കെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചിട്ട് അവർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് അത് ഈ ഡിസോർഡറും ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഡിസോർഡറും ഒരു തിൻ ലൈനാണ്. അത് ആർക്കും ആണെങ്കിലും എങ്ങനെയും എടുക്കാം. അതുകൊണ്ട് തന്നെ പല രീതിയിൽ അത് മാനിപ്പുലേറ്റ് ആവുന്നുണ്ട്. കാരണം 2-3 ട്രേറ്റ് ഉള്ള ആളിനെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇതാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ നമ്മൾ അന്ന് പറഞ്ഞത് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി. പിന്നെ ഇവരുടെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരാൾ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത്. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരാളിനെ എന്ത് ചെയ്യും, ലവ് ബോംബ് ചെയ്യും. അവര് ലവ് ബോംബ് ഇൻ ദ സെൻസ് നല്ല രീതിയിൽ സ്നേഹിക്കും. ഫസ്റ്റ് ഭയങ്കര ഫുൾ സ്നേഹം കൊടുത്ത് അവരെ റെഡി ആക്കി എടുക്കും. അതിന് ശേഷം അത് അവർ വിഡ്രോ ചെയ്യും. ആ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ആൾക്ക് ഭയങ്കര ഒരു ഇത് വരും. അപ്പൊ അവരെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും. പിന്നെ എന്തൊരു പ്രശ്നം നടന്നാലും അത് എന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, ആ ഒരു ഇതാവും. അപ്പൊ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞത് തന്നെ ആളെ ലീവ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ ആളെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറഞ്ഞിട്ട് അത് ശരിയാക്കി എടുക്കാൻ പറ്റും. ആള് സ്വന്തമായിട്ട് അല്ലാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആള് സ്വന്തമായിട്ട് തീരുമാനിച്ചാൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ കുറച്ച് ന്യൂവാൻസസ് പറഞ്ഞു നമ്മള്. ന്യൂവാൻസസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ വരുമ്പോ ഇത് വേറൊരു
അറ്റാച്ച്മെന്റ് സ്റ്റൈലും ആയിട്ട് ഭയങ്കര ലിങ്കാണ്. ലിങ്കാണ്. ആ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ ബിഹേവ് ചെയ്യണത് ചിലപ്പോൾ നാർസിസ്റ്റിക് ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവും, ഈസിലി കൺഫ്യൂസ് ആവും. ബിക്കോസ് ഇവരുടെ സബ്ജക്റ്റീവ് ഇൻസൈഡ് വെച്ചിട്ടായിരിക്കും ഇവർ ബിഹേവ് ചെയ്യണത് ഓരോ കാര്യങ്ങൾ. പക്ഷെ ഇൻസൈഡ് നാർസിസ്റ്റിക് പേഴ്സണിന് ഇൻസൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ്, അല്ലെങ്കിൽ അവർക്ക് കൺട്രോളാണ് വേണ്ടത്. മെയിൻലി അവർക്ക് സെൽഫ് അഡ്മിറേഷൻ കൂട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരുടെ സ്നേഹം കിട്ടണമെങ്കിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ കിട്ടാൻ നോക്കും. മറ്റവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് ലൂസിങ് അല്ലെങ്കിൽ അബാൻഡൻമെന്റിന്റെ ഫിയർ കൊണ്ടാണ് അവർ ലൈക്ക് ലവ് ആഗ്രഹിക്കുന്നത്. ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിപ്പോ പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ റിലേഷൻഷിപ്പുള്ള ആൾക്കാർ എന്ത് ചെയ്യും, എനിക്ക് ഇന്ന ആൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയും. പക്ഷേ ഈ ലൈക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റഡീസും അല്ലെങ്കിൽ അങ്ങനത്തെ റിസർച്ച് ഒക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ റിലേഷൻഷിപ്പുള്ള ആൾക്ക് മാത്രമാണ് അങ്ങനെ തോന്നണമെങ്കിൽ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പുള്ള ഒരാൾക്ക് മാത്രമാണ് തോന്നുന്നത് ഇന്ന ആൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി എന്താവും, അതൊരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിൻ്റെതായിട്ടുള്ള പ്രശ്നമാകും. കാരണം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ എന്ത് ചെയ്യും, എല്ലാവർക്കും ആള് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഓൾമോസ്റ്റ് അത് ഒരാൾക്കും അങ്ങനെ മനസ്സിലാവണില്ല. ആൾക്ക് ട്രേറ്റ്സ് ഉണ്ടാവും. യെസ്, ട്രേറ്റ്സ് ഉള്ളത് ഇപ്പോൾ നല്ലൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി നല്ല രീതിക്ക് ഒരു ഇത് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ഇയാൾക്ക് ട്രേറ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതല്ലാണ്ട് നോർമൽ ഒരാളോട് ചോദിക്കുക ഇയാൾ എങ്ങനെ ആളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലല്ലോ നല്ല ആളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആൾക്ക് കൂടുതലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവില്ല ഉണ്ടാവുക. പക്ഷെ ആൾക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ പ്രോബ്ലംസ് ആവും ഉണ്ടാവുക. അതുകൊണ്ട് എന്താ വെച്ചാൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഇന്ന ആൾക്ക് നാർസിസ്റ്റിക്, എനിക്ക് വേറെ ആൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഞാനാണ് ആളെ മനസ്സിലാക്കിയിട്ടുള്ളൂ, എനിക്ക് കറക്റ്റ് അറിയാം ആൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും ആൾക്ക് എന്ത് ചെയ്യില്ല, ആൾക്ക് ഈ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഇപ്പൊ പറഞ്ഞത്, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. അതേപോലെ തന്നെ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. പിന്നെ വേറെ ഏതോ 2 കൂടി, മൊത്തം 4 അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. അങ്ങനെ ഒരു മൊത്തം 3-4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. അതിലിപ്പോ ഞങ്ങൾ മെയിൻ ആയിട്ട് അന്ന് സംസാരിച്ചത് എന്താ വെച്ചാൽ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്ക് ആളുടെ ബിഹേവിയർ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളുടെ ബിഹേവിയർ ആയിട്ട് ഭയങ്കര സാമ്യമാണ്. ആ 80 ഇപ്പോ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ആൾക്ക് കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു 80 to 90% ഓഫ് ദ കേസിലും ആൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് ഒരു പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കണ്ടാൽ അങ്ങനെ തോന്നുന്നു. ChatGPT പറഞ്ഞതാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര റെയറാ. അത് 1 to 6% റിസർച്ച് പേപ്പറിൽ തന്നെ 1 to 6% ആണ് എൻ്റെ പോപ്പുലേഷനിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര ഒരു റെയർ കേസ് ആണ് അത്. പക്ഷെ അതിനെ നല്ല രീതിക്ക് എക്സ്പ്ലോയിറ്റഡ് ആവുകയാണ്. പാറ്റേൺ ഓഫ് തിങ്കിങ് മാറാണ് ഒരാളുടെ. അപ്പൊ ആ ഒരു ടൈമിൽ മാത്രമാണ് അത്ര റെയർ ആയിട്ടുള്ള കാര്യത്തിന് ഇപ്പോ നോർമലൈസ് ചെയ്ത് ഇപ്പൊ എന്ത് കണ്ടാലും നാർസിസ്റ്റിക് ബിഹേവിയർ ആണെന്നുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് നാർസിസ്റ്റിക്. അപ്പൊ അത് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു കാരണമായിട്ട് മാറിയിരിക്കണം ഇപ്പൊ എന്ത് ലൈക്ക് ഇത് ഈ ഒരു സംഭവം. കാരണം വെച്ചാൽ ആൾക്കാർക്ക് 2-3 ട്രേറ്റ്സ് ഉണ്ടാവും. പക്ഷെ ഈ ട്രേറ്റ്സ് വെച്ചിട്ട് അവർ റിലേഷൻ ലൈക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, അതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നു. അതിനുശേഷം അതിന്റെ സൊല്യൂഷൻ തന്നെ അവരെ ലീവ് ചെയ്യാന്നാക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ലീവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സെൽഫായിട്ട് തന്നെ ഒരു കാരണം കണ്ടുപിടിക്കണ ഒരു അവസ്ഥ ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ. അവോയ്ഡന്റ് പറഞ്ഞു. അതെ ലൈക്ക് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണെന്നും കൂടി വേണമെങ്കിൽ പറയാം. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിലും സംസാരിച്ച് തീർക്കണം എന്നുള്ളൊരു ഇതില്ല. ബിക്കോസ് സംസാരിച്ച് തീർക്കുമ്പോൾ അവർക്ക് ഉള്ളിലുള്ള ഫിയർ എന്തോ ആക്ടിവേറ്റ് ആവാം. അപ്പൊ അവർക്ക് എപ്പോഴും സംസാരിക്കണം അല്ലെങ്കിൽ കൺഫ്രണ്ട് ചെയ്യണത് ഇഷ്ടമല്ല. ആ ഒരു അവോയ്ഡ് ഇപ്പൊ ആൻഷ്യസ് ആൾക്കാർക്ക് സംസാരിക്കണം എന്നായിരിക്കും എപ്പോഴും. ആ ഒരു കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നമാണ് അത് നമുക്ക് അതിനെ പറ്റി സംസാരിക്കണം, അതിനായിട്ട് ക്ലിയർ ചെയ്യണ്ടേ. പക്ഷെ ഒരു ആൻഷ്യസ് ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അത് അവോയ്ഡ് ഉള്ള ആൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് കഴിഞ്ഞതല്ലേ, അത് ഇനിയിപ്പോ എന്തിനാ നമ്മൾ സംസാരിക്കണം, അത് കഴിഞ്ഞ് അത് വിട്, ഇനിയിപ്പോ അതിനെ പറ്റി സംസാരിക്കണ്ട എന്ന് പറയാണ്. പക്ഷെ ഇത് ഈ 2 അറ്റാച്ച്മെന്റ് സ്റ്റൈലും എന്താണ് പ്രശ്നമുള്ളത് തന്നെയാണ്. അത് ഈ 2 അറ്റാച്ച്മെന്റ് സ്റ്റൈലും ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് തെറാപ്പിയോ അല്ലെങ്കിൽ ഏതോ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. നമുക്ക് ഇന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 2 അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതും. പിന്നെ പോസിറ്റീവ് തിങ്കിങ് ഇപ്പൊ കുറഞ്ഞു വരാണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെല്ലാ സ്ഥലത്തുനിന്നും നെഗറ്റീവ് ഇൻഫർമേഷൻ മാത്രം എടുക്കണോണ്ട് എല്ലാവരുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആവാൻ ഒരു അവസ്ഥ ഉണ്ട്. അതിനായിട്ട് ഒരു മെയിൻ സാധനം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല. ഒബ്വിയസ്ലി നമുക്ക് പൈസ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ
നമ്മൾ കഴിക്കണത്. അപ്പൊ ആ സമയത്ത് അപ്പുറത്തുള്ള ഒരാൾ ഭയങ്കര ജങ്ക് ഫുഡ് കാര്യങ്ങൾ കഴിക്കുകയാണ്. അപ്പൊ നല്ലൊരു പൈസ ഉള്ള ആളാണ്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാം, ഓഫ് ആള് വമ്പം പൈസ വമ്പം മെയിനാണ്, ഞാനൊക്കെ ഇവിടെ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്ന് ചിന്തിക്കാം. അതൊരു ചിന്ത. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ചിന്ത എന്താന്ന് വെച്ചാല്, ഓ എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് എന്തായി എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാം. മറ്റാള് ചിലപ്പോ ഈ ബർഗറും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇങ്ങനെ ആവും. പക്ഷെ ഈ ഒരാൾ എന്ത് ചെയ്യണ്ട, ആളെടുത്ത് അതുള്ളതുകൊണ്ട് ആളെന്ത് ചെയ്യാണ് ഇതാകും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് രണ്ട് രീതി എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നാളെ ആൾക്ക് പൈസ വന്നാലും ആളെന്ത് ചെയ്യുള്ളൂ, ആ ഒരു രീതിയിലെ കാണുള്ള കാര്യങ്ങളെ. പക്ഷെ ഇത് നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആ രീതിയിലെ നെഗറ്റീവായിട്ട് പോകുള്ളൂ. എന്താണ് നമ്മൾ പറഞ്ഞ വെച്ചാൽ എപ്പിക്ടീറ്റേഴ്സ് ഒക്കെ പറഞ്ഞ സെയിം കാര്യമാണ്. അതായത് ഒരു സിറ്റുവേഷൻ രണ്ട് ഹാൻഡിൽ ഉണ്ട്. അത് നമുക്ക് ഏത് ഹാൻഡിലാണ് പിടിച്ചാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ പറ്റണം, അതിൽ പിടിക്കണം. അപ്പൊ എന്ത് സിറ്റുവേഷൻ ആയാലും രണ്ട് പെർസ്പെക്റ്റീവ് എടുക്കാം. സത്യം, അതിന്റെ മോളിക്കുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു പർപ്പസ് ഉള്ള പോലെ ഒരു അർത്ഥമുള്ള പോലെ തോന്നും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കിയാലും ഓ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, മറ്റൊരു ജീവിതം എന്തോ അപ്പുറമായി, പിന്നെ മാത്രമല്ല ഓ എന്റെ ജീവിതം എന്ത് രസമാണ്, നമ്മുടെ ജീവിതം കൊളായി. ഈ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ വരുള്ളൂ. ഭയങ്കര ഒരു തന്നെയാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്.